നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് UN ഇസ്രായേൽ വിരുദ്ധമോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ വീഡിയോയിലൂടെ. UN ശരിക്കും ഇസ്രായേൽ വിരുദ്ധ സംഘടനയാണോ? തീവ്രവാദ അനുകൂല നടപടികൾ എടുക്കുന്ന ഒരു ആഗോള സംഘടനയാണോ എന്നുള്ളത് നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കാം. UN എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടു, എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് പ്രാഥമികമായിട്ടൊന്ന് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 51 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘടനയാണ് UN. യുഎന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ് എന്ന് പറഞ്ഞാൽ ലോക സമാധാനം നിലനിർത്തുക, സെക്യൂരിറ്റി സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക, ഡെവലപ്പിംഗ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് ദ നേഷൻസ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, പ്രൊമോട്ടിംഗ് സോഷ്യൽ പ്രോഗ്രസ് സാമൂഹിക അഭിവൃദ്ധിയെ പ്രൊമോട്ട് ചെയ്യുക, അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അതിലൂന്നി പ്രവർത്തിക്കുക, ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നല്ല ജീവിത നിലവാരം കൊണ്ടുവരിക, ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം സംരക്ഷിക്കുക. ഇത്രയാണ് യുഎന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഒരു പ്രാവശ്യം കൂടി പറയാം: മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ്, സെക്യൂരിറ്റി, ഡെവലപ്പിംഗ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് ദ നേഷൻസ്, പ്രൊമോട്ടിംഗ് സോഷ്യൽ പ്രോഗ്രസ്, ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. കാരണം UN ഇന്ന് നിലനിൽക്കുന്നത് ഈ ഒരു പോളിസിക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മെയിൻറ്റെയിനിങ് ഇന്റർനാഷണൽ പീസ്, ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ള സമാധാനത്തിൻ്റെതായിട്ടുള്ള വെള്ളരിപ്രാവുകളെ പറത്തിവിടുക എന്നുള്ളതാണ് യുഎന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത്. പക്ഷെ ഇന്ന് ലോകത്തിൽ ഈ UN സ്ഥാപിതമായതിനു ശേഷം നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ 2024 തന്നെ നമുക്കറിയാം ഒത്തിരി യുദ്ധങ്ങൾ. അതിൽ ഏറ്റവും പേരെടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ വാറാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇറാൻ പ്രോക്സീസുകളുമായിട്ടുള്ള വാർ. അത് എസ്കലേറ്റ് ചെയ്തു, അത് പല തലങ്ങളിലേക്ക് പോയി. അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സംഘട്ടനത്തിലെത്തി. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി യുദ്ധങ്ങളെ പറ്റി പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും പോയാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ്, സെക്യൂരിറ്റി, സുരക്ഷിതത്വം വർദ്ധിക്കുക. എന്ത് സുരക്ഷിതത്വമാണെന്ന് ലോകത്തിലുള്ളത്? ഒന്നും തന്നെയല്ല. ഡെവലപ്പിംഗ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എമംഗ് ദ നേഷൻസ് രാജ്യങ്ങളുടെ ഇടയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ബന്ധം, അതും വലിയൊരു കോമഡിയാണ്. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതെന്റെ ടോപ്പിക് അല്ല. നെക്സ്റ്റ് എന്ന് പറയാം പ്രൊമോട്ടിംഗ് സോഷ്യൽ പ്രോഗ്രസ്. എന്ത് സോഷ്യൽ പ്രോഗ്രസ് ആണ് ഈ UN കൊണ്ടുവരുന്നത്? UN പലപ്പോഴും എടുക്കുന്ന വൺ സൈഡഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ആരൊക്കെയോ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രീണനപരമായിട്ടുള്ള നിലപാടുകളാണ്. സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എവിടെയാണ്? ആഫ്രിക്ക പോലുള്ള രാജ്യത്ത് എവിടെയാണ് സോഷ്യൽ പ്രോഗ്രസ് നടക്കുന്നത്? ഇന്നും പട്ടിണിയും പരിവട്ടവുമായിട്ട് അനേകം ജനങ്ങൾ മരണത്തിന് കീഴടങ്ങുന്നു. അനേക വിപ്ലവങ്ങൾ നടക്കുന്നു. ജാതീയമായ വർണ്ണവെറി ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നൊരു സാധനമാണ്. പക്ഷെ അത് അറ്റർലി ഒരു ഫ്ലോപ്പാണ് ഈ UN എന്നുള്ളത്. ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ പെടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഹെൽത്ത്, ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. വികസ്വര രാജ്യങ്ങൾ പോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മറ്റു ചില ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ മോർ ദാൻ 60% ആൾക്കാരിൽ നിന്നും പോവർട്ടി ലൈന് താഴെയാണ്. അവർക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ് പോലും അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി മരണങ്ങൾ സാധാരണമാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്ത് ലിവിങ് സ്റ്റാൻഡേർഡ് ആണ് കൊണ്ടുവരുന്നത് എന്നാണ് UN പ്രഖ്യാപിച്ച നയങ്ങളിൽ നിന്ന് അവർ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? ഒന്നും തന്നെയില്ല. അടുത്ത ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് ഭയങ്കര മുറവിളി കിട്ടുന്ന ഒരു സംഭവമാണ്. ഒരു ഹ്യൂമൻ റൈറ്റ്സും ഒരു സ്ഥലത്തെ പ്രശ്നങ്ങൾ പോലും UN കാര്യക്ഷമമായിട്ട് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പലപ്പോഴും UN എടുക്കുന്ന നിലപാടുകൾ പ്രശ്നങ്ങളെ കത്തിക്കുന്നതായിട്ടും അത് സങ്കീർണമാക്കുന്നതുമായിട്ടാണ്. അപ്പൊ ഇതാണ് UN
പ്രഖ്യാപിത ലക്ഷ്യം. അതിൽ നമുക്കറിയാം 5 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഈ 5 സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന. ഇവർ 5 പേരുമാണ് ഇതിനകത്ത് സ്ഥിരാംഗങ്ങളായിട്ടുള്ളത്. പക്ഷെ ഈ സ്ഥിരാംഗങ്ങൾക്ക് പലപ്പോഴും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യം, രാഷ്ട്രീയ താല്പര്യങ്ങൾ, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ, സഖ്യകക്ഷികളോടുള്ള താല്പര്യങ്ങൾ, ഇത് പ്രകാരമാണ് പലപ്പോഴും ഇവർ പ്രവർത്തിക്കാറുള്ളത്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, 195 രാജ്യങ്ങൾക്കിടയിൽ പല ഘട്ടങ്ങളിലായിട്ട് UN എടുത്തിട്ടുള്ള 2752 റെസൊല്യൂഷൻസ് പാസ്സാക്കിയപ്പോൾ ഇസ്രായേലിനെതിരെ ജൂൺ 10, 2024 വരെ UN എടുത്തിട്ടുള്ള റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ 229. 229 ഏതൊരു രാജ്യത്തിനെതിരെ എടുക്കുന്നതിനെക്കാട്ടി എത്രയോ മടങ്ങ് അധികമാണ് ഇസ്രായേലിനെതിരെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടോട്ടൽ രാജ്യങ്ങളും ടോട്ടൽ റെസൊല്യൂഷൻസും കൂടെ വെച്ചിട്ട് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇസ്രായേലിനെതിരെ UN പുറപ്പെടുവിച്ചിരിക്കുന്ന റെസൊല്യൂഷൻസ് എത്രത്തോളം ഉണ്ടെന്ന്. അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 തൊട്ട് 2023 വരെ ഇനി ഇതിന്റെ ജനറൽ അസംബ്ലി എടുത്തിരിക്കുന്നത് 154 റെസൊല്യൂഷൻസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ, ബട്ട് 71 അഗെയിൻസ്റ്റ് അതർ കൺട്രീസ്. UN ഹ്യൂമൻ റൈറ്റ്സ് അസംബ്ലി 2006 തൊട്ട് 2024 വരെ 108 റെസൊല്യൂഷൻസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ. 108 എണ്ണമാണ് ഇസ്രായേലിനെതിരെ എടുത്തിരിക്കുന്നത്. വെറും 74 എണ്ണേ ഉള്ളൂ മറ്റ് രാജ്യങ്ങൾ. ഓർത്തുകൊള്ളണം, 195 രാജ്യങ്ങളും ഉണ്ട്. പല രാജ്യങ്ങളിലും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പിന്നെ വർഗീയപരമായിട്ടുള്ള നീക്കങ്ങൾ, രാജ്യങ്ങളുടെ അതിരുകൾ മാന്തുന്ന പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ മനസ്സിലാക്കണം, ആകെ 74 എണ്ണ എടുത്തിട്ടുള്ളൂ. കൊടിയ പീഡനങ്ങൾ നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. മതപരമായിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ വംശഹത്യകളും പല രീതിയിലുള്ള കൊടിയ പീഡനങ്ങളും നടക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അവർക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ആകെ 74 ആണ്. അതേസമയം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യം മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീവ്രവാദ സംഘടനകൾക്കെതിരെ ശക്തമായി പോരാടുന്ന ഒരു രാജ്യത്തിനെതിരെ എടുത്തിരിക്കുന്ന 108 എണ്ണം. നോക്കിക്കോണം വിരോധാഭാസം എങ്ങനെയുണ്ടെന്ന്. UN ജനറൽ അസംബ്ലി 2024 മാത്രം 17 റെസൊല്യൂഷൻസ് അഗെയിൻസ്റ്റ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ 17 എണ്ണം എടുത്തപ്പോൾ മറ്റു രാജ്യങ്ങൾക്കെതിരെ വെറും 6 റെസൊല്യൂഷൻസ് പാസ്സാക്കിയപ്പോൾ ഇസ്രായേലിനെതിരെ 17 എണ്ണം. നോക്കിക്കോണം, ഇത് ഇസ്രായേൽ വിരുദ്ധ സംഘടനയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തുക. നിങ്ങൾ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. എന്തുകൊണ്ട് നമ്മൾ UN ഒരു ഇസ്രായേൽ വിരുദ്ധ സംഘടനയാണെന്ന്, ഇത് തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഒരു സംഘടനയാണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്നുള്ള കുറച്ച് കീ പോയിന്റ്സും കൂടി ഞാൻ പറയാം. UN hesitates to address ഹമാസ് ആസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. പലപ്പോഴും UN എന്ത് ചെയ്യുന്നില്ല, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പോലും പറയാൻ വേണ്ടിയിട്ട് ആ പേരെടുത്ത് ആ പദം ഉപയോഗിക്കാൻ, ടെററിസ്റ്റ് എന്നുള്ള ആ ഒരു പദം ഉപയോഗിക്കാൻ അവർ പലപ്പോഴും മടി കാണിക്കുന്നു, വൈമുഖ്യത കാണിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും UN ഇൻസ്റ്റലേഷൻസ്, അത് ഗാസയിലായിക്കോട്ടെ, അത് സിറിയയിലായിക്കോട്ടെ, അത് ലെബനനിലായിക്കോട്ടെ, ഇതിലെല്ലാം പലപ്പോഴും ഇതൊക്കെ ഒരു ഹൈഡിങ് പ്ലേസ് ആണ്. ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവർക്ക് സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും UN ഈ ഇൻസ്റ്റലേഷൻസ്, UN മന്ദിരങ്ങൾ അവർ തീവ്രവാദികൾക്ക് സുരക്ഷിതമായിട്ട് ഒളിത്താവളമാക്കി മാറ്റിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ 2023 ഒക്ടോബർ 7 ശേഷം ഒരു കാര്യം, ലോകത്തെ ഞെട്ടിക്കുന്ന കുറെ തെളിവുകളാണ് ഇസ്രായേൽ പുറത്തുവിട്ടത്. UN പ്രവർത്തിക്കുന്ന പലരും തീവ്രവാദ അനുകൂല സംഘടനകളിൽ അംഗങ്ങളായിരുന്നു. ഒക്ടോബർ 7 അറ്റാക്കിൽ വരെ ഈ UN പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാര്, അത് പ്രത്യേകിച്ച് ഗാസ ബേസ്ഡ് ആയിട്ട് ഉള്ള കുറെ ആൾക്കാര് ഇതിനകത്ത് പ്രവർത്തിച്ചു. ഇവർ ഈ ഇസ്രായേലിൽ കയറി മാസക്കർ, കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു.
ആ ആ കൂട്ടക്കൊലയിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് യു എനിലെ പ്രവർത്തകരുണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ UN ഡസൻറ്റ് യൂസ് എ സിംഗിൾ വേർഡ്, ഒരൊറ്റ വാക്ക് പോലും അവർ ഉപയോഗിച്ചില്ല. എന്തിന്? ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു കാര്യം പോലും അവർ സംസാരിക്കുന്നില്ല. വളരെ മൗനമാണ്. എന്തുകൊണ്ടാണ് അത്തരം നടപടികൾ എടുക്കുന്നത്? അത് വിശകലനം ചെയ്യേണ്ട വിഷയമാണ്. ലോക സമാധാനവും മനുഷ്യാവകാശവും ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ ഒരു സാധനം ഇപ്പോൾ വൺ സൈഡഡ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു ഒരു പ്രത്യേക വിഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുന്ന ഒരു 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 രീതിയിലേക്കാണ് അവരുടെ പെരുമാറ്റങ്ങളും അവരുടേതായിട്ടുള്ള റെസൊല്യൂഷൻസും അവരെടുക്കുന്ന പല തീരുമാനങ്ങളും അമ്പേ പരാജയമാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ UN പീസ് കീപ്പിംഗ് ആർമി ഈസ് ദ സപ്പോർട്ടേഴ്സ് ഓഫ് ടെററിസ്റ്റ്. അപ്പൊ പലപ്പോഴും ഈ UN പീസ് കീപ്പിംഗ് ആർമി എന്ന് പറഞ്ഞ പല രാജ്യങ്ങള് ഈ UN പീസ് കീപ്പിംഗ് ആർമിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘട്ടനത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുക, അവരെ ഒരു പീസ് ട്രീറ്റിയിലേക്ക് കൊണ്ടുവരിക. അവര് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും, എന്ത് ചെയ്യുക, വെടിനിർത്തൽ പോലുള്ള കരാറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ കരാറിനെ കുറച്ചുകൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുക, അവരുടെ ഇടയിൽ ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആർമിയാണ് പീസ് കീപ്പിംഗ് ആർമി. ഈ ആർമി ലെബനിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ കോട്ട കെട്ടിക്കൊടുക്കുകയാണ്. ഇസ്രായേലിനെ അവിടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ഇസ്രായേൽ തിരിച്ചാക്രമിക്കാൻ ചെല്ലുമ്പോൾ അത് പാടില്ല, അത് അവർക്ക് കാഷ്വാലിറ്റി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിരോധ മതിൽ തീർക്കുകയാണ്. ഇതെങ്ങനെയാ ശരിയാവുന്നത്? അപ്പൊ ഇത് ഇസ്രായേൽ വിരുദ്ധമല്ലേ? ഇത് തീവ്രവാദത്തിന് അനുകൂലമല്ലേ? അപ്പോൾ നമുക്ക് സംശയിച്ചൂടെ എന്തുകൊണ്ടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന UN സപ്പോർട്ട് കട്ട് ചെയ്യും എന്നുള്ളത്? ചുമ്മാ പറഞ്ഞതാണോ? അല്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, UN എന്ന് പറയുന്ന സംഘടന അമ്പേ പരാജയമാണെന്നും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് ചില പ്രത്യേക മേഖലകളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില പ്രത്യേക താല്പര്യങ്ങൾ വെച്ച് പുലർത്തുന്നതാണെന്നും അത് ഇസ്രായേൽ വിരുദ്ധമാണെന്നുമുള്ള വളരെ ശക്തമായിട്ടുള്ള അത് പലപ്പോഴും അത് US-നും ഇസ്രായേലിനും എതിരായിട്ടാണ്. കാരണം ഇവരാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ വിരുദ്ധ നടപടികൾ എടുക്കുന്നത് പല രാജ്യങ്ങളിലും. അപ്പൊ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ഈ UN എന്നുള്ളതാണ് തത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നാളിതുവരെയുമുള്ള അവരുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തി മേഖലകളെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും, UN ഒരു തീവ്രവാദ അനുകൂല നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും ലോക സമാധാനത്തിന് വേണ്ടിയിട്ടോ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രോഗ്രസിന് വേണ്ടിയിട്ടോ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടോ അവർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പ്രഖ്യാപിതമായിട്ടുള്ള പല നയങ്ങളും നിയമങ്ങളും ചില അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നടത്തപ്പെടുന്നില്ല. വെറും പേപ്പർ പുലിയാണ് UN എന്നുള്ളതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.